പുതിയൊരു വീഡിയോയുമായിട്ടാണ്. ഇത് 2 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ വീഡിയോ ആണ്. ഗൗണായിരുന്നു, ബോൾ ഗൗണായിരുന്നു. അപ്പം സാധാരണ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആളുണ്ട്, അവരെ കൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് വാവിൻ്റെ. പക്ഷേ ഇത് ഞാൻ തന്നെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അത് നോർമൽ മെഷീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. കൂടുതലും കൂടുതലും ഞാൻ തന്നെ ട്രൈ ചെയ്യുന്ന വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവരും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഞെക്കാനും മറക്കരുത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ യോഗ് പാർട്സ് ആണ് വെട്ടി മാറ്റിയത് കേട്ടോ, അത് കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഇത് നമ്മൾ ക്യാൻ വെക്കാനുള്ള ഒരു ഫസ്റ്റ് തട്ട് ഒരു 7 ഇഞ്ച് എടുത്തിട്ട് വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നെറ്റിലാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ 3 ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്. ഫസ്റ്റ് നെറ്റ്, 2 സാറ്റേൺ, പിന്നെ കോട്ടൺ. ഈ ലെയറായിട്ടാണ് നമ്മളിത് 3ഉം വെട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് അവർ തന്നിരിക്കുന്ന ഒരു റെഫറൻസ് വീഡിയോയിൽ ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ യോക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റുകയാണ്. യോക്ക് ഭാഗമൊക്കെ നമ്മൾ കുറച്ച് ടൈം എടുത്താണ് തയ്ച്ചത്. കാരണം കുഞ്ഞായതുകൊണ്ട് തന്നെ സിബിൻ്റെ ഭാഗങ്ങളോ സ്റ്റിച്ചിങ് ഇന്നർ പോർഷൻസ് ഒന്നും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൊണ്ടുവരാത്ത രീതിയിൽ തയ്ച്ചപ്പോഴത്തേന് എനിക്ക് വളരെ ഇങ്ങനെ ഒരുപാട് തയ്ച്ച എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആളല്ലാത്തതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ വേണ്ടി വന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ ഗൗണൊന്നും അധികം തയ്ച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്താണ് ഞാൻ ആ യോക്ക് ഭാഗം കംപ്ലീറ്റ് ചെയ്തത് തന്നെ. പക്ഷേ എനിക്ക് നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടി കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റത്തെ വീഡിയോ കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും, പെർഫെക്ഷനിൽ തന്നെ കിട്ടി. പിന്നെ 2 സൈഡിലും ഷോൾഡറിൽ നിന്ന് ഇതുപോലെ നെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വീഡിയോ എനിക്ക് യോക്കിൻ്റെ തയ്ക്കുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ സിബ് ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഇത് ഇന്നർ പോർഷൻ വരുന്നത് കണ്ടോ, ഷോൾഡറിൻ്റെ ഭാഗവും ഒരു ഭാഗവും എന്താ പറയുക, പുറത്ത് സ്റ്റിച്ചിങ് കാണാത്ത രീതിയിലാണ് നമ്മൾ തയ്ച്ചേക്കുന്നത്. ഇത് ഹോഴ്സ് ഹെയർ ആണ് വെക്കുന്നത്. അത് നമുക്ക് ഒരു ഫ്ലെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഹോഴ്സ് ഹെയർ വെച്ചിട്ട് തയ്ക്കുന്ന ഒരു പോർഷനാണ് കേട്ടോ. ഇത് നമ്മൾ സൈഡ് ഇങ്ങനെ അതുമായിട്ട് ചേർത്ത് തയ്ച്ച് വിട്ടിട്ട് ഇത് മറിച്ചിടുകയാണ്. കണ്ടോ, ഇത് മറിച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ബോയ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അത് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഷോർട്ട് വീഡിയോ ഉണ്ട് ബോയ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഗ്യാതറിങ് ഇടാൻ നോർമൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഗ്യാതറിങ് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ട്രിക്ക് കണ്ടിട്ട് യൂട്യൂബിൽ കണ്ട ട്രിക്കാണ്, ഈ സൂചി ഇടയ്ക്കോട്ട് കുത്തി വെച്ചിട്ട്. പക്ഷേ അത് കോട്ടൺ പീസിനകത്ത് നന്നായിട്ട് അത് വർക്കാവും, അങ്ങനെ ഗ്യാദർ ചെയ്യാൻ പറ്റും. പക്ഷെ നെറ്റിലും സാറ്റേണിലും ഒന്നും അങ്ങനെ ഗ്യാദർ ചെയ്യാൻ ആ ഒരു ട്രിക്ക് വർക്കായില്ല. പിന്നെ ഞാൻ അല്ലാതെ തന്നെ ഞുറുവെടുത്ത് ഇത് ലാസ്റ്റ് പോർഷനാണ്. ലാസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ ഈ ലൈനിങ്ങും നെറ്റും കൂടെ ചേർക്കുമ്പോഴത്തേന് ഭയങ്കര തിക്ക് പാർട്ടാണ്. അതിങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ച് തയ്ക്കണം, കാരണം ഒരുപാട് സൂചി പൊട്ടിപ്പോയി. അങ്ങനെ പതുക്കെയാണ് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ താഴത്തെ പോർഷൻ ഓക്കെ ആയിട്ടുണ്ട് കണ്ടോ, നല്ല ഫ്ലെയറിങ്ങിൽ. ഇത് തയ്ച്ചപ്പോഴത്തേന് ഈമക്കുട്ടിക്ക് വേണം, കൊടുക്കത്തില്ല, അവൾക്ക് വേണമെന്നും പറഞ്ഞ് ഭയങ്കര. ഞാൻ പിന്നെ അവസാനം വേറൊരെണ്ണം തയ്ച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ മാറ്റി വിട്ടത്. അവൾക്ക് അപ്പം ഇടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളിലത്തെ ഭാഗം കണ്ടോ, ഇത്രയും തിക്കാണ്. 3 ലൈനിങ്ങും ആ ഒരു ലൈനിങ്ങിൻ്റെ ഞുറും കൂടെ വരുമ്പോഴത്തേന് തിക്കായിട്ടാണ് വരുന്നത്. ഈ മെഷീനിൽ അത് തയ്ക്കാൻ ഇച്ചിരി പാട് പെട്ടു. പിന്നെ ലാസ്റ്റ് ഞാൻ ഈ താഴെ ഭാഗങ്ങളൊക്കെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളുഭാഗം വരുന്നത്. ഉള്ളുഭാഗം പുറത്ത് ആ സ്റ്റിച്ചിങ് കൊണ്ടുകയറുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. എങ്ങനെ ഈ അറ്റംപ്റ്റ് ഓക്കെ ആണോ. പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ ഓർഡറുകളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.